വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ലബനോൻ ഇസ്രായേൽ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ലബനനിലെ ഹിസ്ബുള്ള പോരാളികൾ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുകയാണ്. റോക്കറ്റ് ആക്രമണത്തിൽ പല സൈനിക കേന്ദ്രങ്ങളും കാര്യമായ നാശനഷ്ടങ്ങളും സംഭവിക്കുകയുണ്ടായി. ഇതിനിടയിലാണ് ലബനീസ് റെസിസ്റ്റന്റ് ഗ്രൂപ്പിലെ ഒരു കമാൻഡർ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ബക്ക പ്രദേശത്തുകൂടെ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനത്തെ ഇസ്രായേലി ഡ്രോൺ ആക്രമിക്കുകയായിരുന്നു. ലബനോൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സായുധ വിഭാഗമായ അൽ ഫജർ ഗ്രൂപ്പിന്റെ വാഹനത്തിന് നേരെയാണ് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയുടെ കൂടെ ചേർന്ന് ഇസ്രായേലിനെതിരെ പടനയിക്കുന്ന ധാരാളം ചെറു ഗ്രൂപ്പുകളുണ്ട് ലബനാനിൽ. അവയിലൊന്നാണ് അൽ ഫജർ. കൂടാതെ തെക്കൻ ലബനാനിലുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ ഒരു ഹിസ്ബുള്ള കമാൻഡറും കൊല്ലപ്പെട്ടു. ഗസ യുദ്ധം തുടങ്ങിയതിനു ശേഷമാണ് ഇസ്രായേൽ ലബനൻ ബോർഡറിൽ സംഘർഷം ഇത്ര അധികം രൂക്ഷമാവാൻ തുടങ്ങിയത്. ഗസയിലെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഈ രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു. ആക്രമണ രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു. ഈ 9 മാസത്തെ കാലയളവിനുള്ളിൽ ഹിസ്ബുള്ളക്ക് ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ശക്തമായ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലി സൈനികർക്കും സിവിലിയന്മാർക്കും ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ ഇസ്രായേൽ പൂഴ്ത്തിവെക്കുന്നത് കൊണ്ടാണ് പുറം ലോകം അവ അറിയാതെ പോകുന്നത്. ലബനനിലെ മിലിറ്ററിയിൽ കൂടുതൽ സ്വാധീനമുള്ള ഒരു മിലീഷ്യയാണ് ഹിസ്ബുള്ള. അവർക്ക് രാജ്യത്തിനകത്ത് അതുകൊണ്ട് തന്നെ ശക്തമായ പിന്തുണയും പങ്കാളിത്തവുമുണ്ട്. ജനങ്ങൾക്കിടയിൽ സ്വാധീനവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന്റെ രഹസ്യമായ പിന്തുണയുമുണ്ട് അവർക്ക്. ഇതുവരെ ആരും ഗൗനിക്കാതെ പോയതും എന്നാൽ ഇപ്പോൾ ലോകം തിരിച്ചത് അറിയുന്നതുമായൊരു സത്യം ഗസയിലെ ഹമാസിന് ഹിസ്ബുള്ള നൽകുന്ന പിന്തുണയാണ്. സ്വന്തം ജീവനും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷിതത്വവും വകവെക്കാതെയാണ് ഹിസ്ബുള്ള ഹമാസിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മേഖലയിൽ പ്രബലരായ പല അറബ് രാജ്യങ്ങളുമുണ്ട്. ഫലസ്തീനെ സഹായിക്കാതെ മാളത്തിൽ ഒളിച്ചു കഴിയുന്നവർ. ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു പ്രമേയമോ അപലപനമോ ലോകം കേൾക്കുന്നില്ല. ലോകത്ത് 57ഓളം മുസ്ലിം രാജ്യങ്ങളുണ്ട്. ലോകത്തിലെ 10ാമത്തെ വലിയ സൈന്യശക്തിയാണ് തുർക്കി. ഈ 57 രാജ്യങ്ങൾ ഒന്ന് ഉറക്കെ ശബ്ദിച്ചാൽ നിൽക്കാവുന്നതേയുള്ളൂ ഇസ്രായേലിന്റെ ഈ ആക്രോശവും. എന്നിട്ട് എന്തുകൊണ്ടോ ഈ ക്രൂരതകൾ കണ്ടിട്ടും ഇത്രയൊക്കെ മനുഷ്യക്കുരുതി കണ്ടിട്ടും അറബ് ലോകങ്ങൾ അവരുടെ മൗനം വെടിയുന്നില്ല. എന്തിന് ഇസ്രായേലിനൊന്ന് ശക്തമായി അപലപിക്കാനോ കുറ്റപ്പെടുത്താനോ പോലും അവർക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. പകരം ഒളിഞ്ഞും പറഞ്ഞും ഇസ്രായേലിനെ സഹായിക്കുകയാണ് പല അറബ് രാജ്യങ്ങളും ചെയ്യുന്നത്. പ്രത്യേകം ആളുകളെ ലക്ഷ്യം വെച്ച് അവരെ കൊല്ലുക എന്നത് ഇസ്രായേലിന്റെ ഒരു പുതിയ തന്ത്രമാണ്. അതാണ് അവർ ഹിസ്ബുള്ളയുടെ അംഗങ്ങളുടെ മേൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ നശീകരണ തന്ത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ഫൈറ്റേഴ്സിനെ, കമാൻഡോസിനെ, മെമ്പേഴ്സിനെ എല്ലാവരെയും തിരഞ്ഞുപിടിച്ച് കൊല്ലുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേക പരിശീലനം ലഭിച്ച ഇന്റലിജൻസ് വിഭാഗവും ഇസ്രായേലിനുണ്ട്. ഈ ഇന്റലിജൻസ് സംവിധാനത്തിൽ ഹിസ്ബുള്ള അല്പം പിറകിലാണ് താനും. അൽ ഫജർ ഗ്രൂപ്പിലെ കമാൻഡറെ ഇസ്രായേൽ വധിച്ചത് ലബനൻ ബോർഡറിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാണ്. അവിടെ വെച്ചാണ് അൽ ഫജർ ഗ്രൂപ്പിലെ കമാൻഡർ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത് ഇസ്രായേൽ. ലബനീസ് ജമാഅത്തെ ഇസ്ലാമിയുടെ മിലിറ്ററി വിംഗാണ് അൽ ഫജർ ഫോഴ്സ്. ഇവർ ലബനനിലെ ഹമാസ് ഗ്രൂപ്പുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന മിലിറ്ററി ഗ്രൂപ്പാണ്. അതിനുശേഷമാണ് ലബനൻ ബോർഡറിനടുത്ത് വെച്ച് തന്നെ ഹിസ്ബുള്ളയുടെ കമാൻഡറെയും ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രായേൽ കൊല ചെയ്തത്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ അലിഖിതമായ ഒരു കരാറുണ്ട്. അത് സിവിലിയന്മാരെ ആക്രമിക്കില്ല എന്നും സൈനികരെയും സൈനിക കേന്ദ്രങ്ങളെയും മാത്രം ആക്രമിക്കുകയുള്ളൂ എന്നും ഉള്ളതാണത്. എന്നാൽ അതിന് വിപരീതമായിട്ടാണ് ഇസ്രായേൽ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. അവർ സിവിലിയൻ ലക്ഷ്യങ്ങളെയും സിവിലിയന്മാരെയും മാത്രമാണ് ആക്രമിക്കുന്നത്. തലവൻ ഹസൻ നസ്രുള്ള ഇപ്പോൾ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. ഈ രൂപത്തിൽ ഹിസ്ബുള്ളയെയോ ലബനാനിലെയോ സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചാൽ ഇസ്രായേലിന്റെ സിവിലിയന്മാരെ തിരിച്ചടിക്കുമെന്നും ഇല്ലാതാക്കുമെന്നുമാണ് ആ മുന്നറിയിപ്പ്. വടക്കൻ ഇസ്രായേലിലെ പുതിയ സെറ്റിൽമെന്റുകളെ ഹിസ്ബുള്ള ആക്രമിക്കുമെന്നാണ് ഹസൻ നസ്രുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഗസൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയോ അതല്ലെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ കാണാതിരിക്കുകയോ ചെയ്താൽ മേഖലയിൽ ഈ യുദ്ധം വ്യാപിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതിനിടയിൽ ഹൂത്തികൾ
ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെലവീവിലുള്ള അമേരിക്കൻ എംബസിക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം ഹൂത്തികളുടെ ഡ്രോണുകൾ കണ്ടെടുത്തിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ പുറത്തായിട്ടില്ല. ഇതുവരെയും ഹൂത്തികൾ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെയായിരുന്നു ആക്രമിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ ഇസ്രായേലിന് നേരെ തിരിഞ്ഞിട്ടുണ്ട്.